നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനും കുട്ടികളും ചേച്ചിൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ചേച്ചിൻ്റെ വീട്ടിൽ കുമ്മാട്ടിയാണ് കേട്ടോ. അപ്പോൾ കുമ്മാട്ടി കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ കുമ്മാട്ടി എന്ന് പറയുന്നത് ഇവിടെ പൂരത്തിനാണ് കേട്ടോ. അപ്പോൾ പാലക്കാട് ജില്ലയിൽ പൂരത്തിനെ പറയുന്നത് കുമ്മാട്ടി, വേല അങ്ങനെയാണ് കേട്ടോ പറയുക. കുമ്മാട്ടി ദിവസം രാവിലെ ഇതുപോലെ ചാണകമൊക്കെ മെഴുകി അരി അരച്ച് ഇതുപോലെ ഇങ്ങനെ കോലം ഇടും കേട്ടോ. അപ്പോൾ കോലം എന്നല്ല ഇതിനെ പറയുക, ശരിക്കും ഇതിനെ അണിയാന്നാണ് കേട്ടോ പറയുക. അണിഞ്ഞതിന് ശേഷം നമ്മളിതാ പൂവും പിന്നെ ശർക്കരയും പഴവും പായസവും അടയും വിളക്കൊക്കെ കത്തിച്ച് വെച്ച് പിന്നെ നമ്മൾ മുറ്റത്ത് പൂജ ചെയ്യും കേട്ടോ. ഇങ്ങനെ പൂജ ചെയ്യുന്നതിന് നമ്മളിവിടെ ഊട്ടുക എന്നാണ് കേട്ടോ പറയുക. ദേവിക്ക് ഊട്ടുക എന്ന് പറയും. നമ്മുടെ തട്ടകത്തിലുള്ള അമ്പലത്തിൽ ഇങ്ങനെ കുമ്മാട്ടി ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാ വീടുകളിലും ഇങ്ങനെ ദേവിക്ക് ഇങ്ങനെ ഊട്ടും കേട്ടോ. അപ്പോൾ എല്ലാ നാടുകളിലും ഇങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ആചാരം ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ കുമ്മാട്ടി കാണാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഒരു വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം ഒരു 6:30 ആയപ്പോഴാണ് നമ്മൾ പോയത്. ഉച്ചയ്ക്കൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. അപ്പോൾ നമ്മൾ മഴ പോകാനൊക്കെ വേണ്ടി കാത്തിരുന്നു. ഇനിയിപ്പോൾ കുമ്മാട്ടി കാണാൻ പോകാൻ പറ്റില്ലേ എന്ന് വിചാരിച്ചു. അത്രയും നല്ല മഴയായിരുന്നു. വീടിനടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം. അപ്പോൾ നമുക്ക് നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സമയത്തിന് തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. ഒരുപാട് നേരത്തെ ഒന്നും ഇറങ്ങിയില്ല. മഴയൊക്കെ പോയി നമ്മൾ പതുക്കെ വൈകുന്നേരം ഒരു 6:30 ആകുമ്പോൾ തന്നെയാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ പോയി 2 മിനിറ്റ് അവിടെ നിൽക്കുമ്പോഴേക്ക് പിന്നെ ഇങ്ങനെ കൊട്ടും ആനയും ഒക്കെ വന്നു. അപ്പോൾ പിന്നെ നമ്മൾ അതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഇല്ല കേട്ടോ ഈ പ്രാവശ്യം കുമ്മാട്ടിക്ക്. ചേച്ചിൻ്റെ വീട് നെമ്മാറയാണ് കേട്ടോ. അപ്പോൾ നെമ്മാറ വേലയാണ്. അപ്പോൾ നെമ്മാറ വേല എന്ന് പറഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയാം. എന്താണ് നെമ്മാറ വല്ലങ്കി അല്ലേ. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നെമ്മാറ വല്ലങ്കി വേലയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്ക് അവിടെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ചേച്ചിൻ്റെ വീടിനടുത്താണ്. അപ്പോൾ ആ ഒരു തിരക്ക് നമ്മുടെ ഈ കുമ്മാട്ടിക്കുള്ള ആൾക്കാർ മുഴുവനും അങ്ങോട്ടായിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ ആനയൊക്കെ വന്നപ്പോൾ ഞാൻ ആനനെ ഇങ്ങനെ വീഡിയോ എടുത്ത്. എനിക്ക് ആനൻ്റെ കണ്ണ് കണ്ടപ്പോൾ ശരിക്കും പേടിയായിട്ടോ. എനിക്ക് ആനൻ്റെ കയ്യും കാലും തുമ്പിക്കൈയൊന്നുമല്ല പേടി, ആനൻ്റെ കണ്ണാണ് കേട്ടോ. ഞാനിങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഇത് ഫോണിങ്ങനെ പിടിച്ചപ്പോൾ എനിക്ക് തോന്നി എന്നെ തന്നെ സൂക്ഷിച്ച് നോക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടാണ്. അപ്പോൾ എനിക്ക് നല്ലൊരു പേടി തോന്നി. അപ്പോൾ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് കുറച്ച് അങ്ങോട്ട് മാറി നിന്നു കേട്ടോ. പിന്നെ ഉണ്ണിക്കുട്ടനൊക്കെ ആനനെ കണ്ടപ്പോൾ നല്ല പേടിയായിട്ടാണ്. ഒരു 3, 4, 5 ആന ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഒരുപാട് ഇതൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ പഞ്ചവാദ്യം പിന്നെ ആന, ചെറിയൊരു കൊട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ കച്ചവടക്കാർ ഈ പ്രാവശ്യം കുറവാണ്. എല്ലാവരും നെമ്മാറവേലിൻ്റെ അങ്ങോട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. പിന്നെ നമ്മൾ ആ കൊട്ടൊക്കെ കണ്ടതിന് ശേഷം ഐസ്ക്രീം കഴിച്ചു. പിന്നെ ആകെ ഇവിടെ വന്നിരിക്കുന്നത് കുമ്മാട്ടിക്ക് വന്നിരിക്കുന്നത് കാളം കഴിക്കാനോ ഐസ്ക്രീം കഴിക്കാനോ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ കുട്ടികളെയും കൂട്ടിയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ചേച്ചിയാണ് കേട്ടോ അതൊക്കെ മേടിച്ച് കൊടുക്കുന്നത് കുട്ടികൾക്ക്. ഞാൻ കൊടുക്കടിയെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചേച്ചി സമ്മതിക്കുന്നില്ല. ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവൾ തന്നെയാണ് കേട്ടോ കൊടുത്തത്. അപ്പോൾ നമ്മൾ കാളം കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. പിന്നെ സാധനങ്ങളൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ വിലയൊക്കെ ചോദിച്ചിങ്ങനെ വന്നു എന്നല്ലോ. പക്ഷേ വിലയൊക്കെ ഒരുപാട് കൂടുതലാണ്. 10 രൂപയുടെ സാധനം 20, 30 അങ്ങനെയൊക്കെ ഉണ്ട് വില. അപ്പോൾ നമ്മൾ വെറുതെ എല്ലാത്തിൻ്റെയും വിലയൊക്കെ ചോദിച്ചിങ്ങനെ ഇറങ്ങി. എത്ര 1, 4, 5 ആനകളാണ് ഉണ്ടായിരുന്നത്. കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കണ്ടു നിന്നു. പിന്നെ തലേദിവസം കുമ്മാട്ടീൻ്റെ തലേദിവസം ഇവിടെ ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിൻ്റെ വീട്ടിലേക്ക് വന്നത് കുമ്മാട്ടീൻ്റെ തലേദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ വൈകുന്നേരം അതും കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ചത്തെ പരിപാടിയാണ് കേട്ടോ ഈ അമ്പലത്തിലുള്ളത്. ഗാനമേളയും നാടകവും നാടൻപാട്ട് അങ്ങനെ ഓരോരോ ദിവസം ഓരോരോ പരിപാടിയായിരുന്നു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് ഈ പൂരം. അപ്പോൾ ഈ പ്രാവശ്യം 5 ആനകളൊക്കെ ഉണ്ട്. അപ്പോൾ ആനനെയൊക്കെ നോക്കി നമ്മൾ കുറേ നേരം നിന്നു. പിന്നെ ഈ കൊട്ടൊക്കെ കണ്ടു, പഞ്ചവാദിയൊക്കെ കണ്ടു. പിന്നെ എന്തുണ്ടായിരുന്നു, ഒരു കുമ്പക്കളി പോലത്തെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അവിടെ കുമ്പക്കളി എന്നാണ് കേട്ടോ അതിനെ പറയുക. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അവരെ കളി കാണാൻ വേണ്ടിയിട്ട് നല്ല ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അത് നമ്മൾ കുറേ നേരം കണ്ടു നിന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് പറഞ്ഞു കുട്ടികൾ കുറേ നേരം അതിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കി നിന്ന് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം നടക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർക്ക് നിന്നിട്ട് കുറേ നേരം അത് കാണുമ്പോൾ അവർക്ക് ഒരു ബോറടിക്കൽ. അപ്പോൾ അവർ പറഞ്ഞ് നടക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി നടന്നു. അങ്ങനെ നടന്ന് പിന്നെ നമ്മൾ കാളൻ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ കാളൻ്റെ അടുത്ത് പോയിട്ടോ. കാളൻ്റെ അടുത്ത് പോയി നമ്മൾ കാളനൊക്കെ മേടിച്ച് കഴിച്ചിട്ടോ. നല്ല ചൂടുള്ള കാളനായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ഈ പ്രാവശ്യം എല്ലാം മേടിച്ച് തിന്നിട്ടുണ്ട്. കാളൻ കഴിച്ചു, പാൻപൂരി കഴിച്ചു, പിന്നെ കോളിഫ്ലവർ വറുത്തതിന് ഒരു പേര് പറയുക, ചില്ലി ബോബി കഴിച്ചു. പിന്നെ കടല പുഴുങ്ങിയത് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു, പിന്നെ ഫ്രൂട്ട്സ് സാലഡ് കഴിച്ചു. അങ്ങനെ എല്ലാം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ലൊരു ഒരു ടേസ്റ്റാണല്ലേ. ഇങ്ങനെ ഒരു പ്രത്യേകത ഫീലാണ് നമ്മളിങ്ങനെ വേലപ്പറമ്പിലൊക്കെ പോയിട്ട് ഇങ്ങനെ നിന്നിടത്ത് നിന്നിങ്ങനെ കഴിക്കുമ്പോഴേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ തോന്നിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വേലയൊക്കെ കണ്ടു കഴിഞ്ഞു. പിന്നെ സമയം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് വേലയൊക്കെ കാവ് കയറിയിട്ട് അപ്പോൾ നമുക്ക് ഇനി വീട്ടിൽ പോകാമെന്നായി. പിന്നെ കുട്ടികൾക്ക് വയറൊക്കെ
നിറഞ്ഞ് ഫുള്ളായി. അവർ പിന്നെ എല്ലാം മേടിച്ച് കഴിച്ച് കഴിഞ്ഞ ശേഷം അവരും പറയാൻ തുടങ്ങി നമുക്ക് വീട്ടിൽ പോകാമെന്ന്. അങ്ങനെ നമ്മൾ വേലൊക്കെ കയറിക്കഴിഞ്ഞ് അവിടെ മരുന്ന് പണി ഉണ്ടായിരുന്നു, പടക്കം പൊട്ടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ബൈ ബൈ.